ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത് ആ സെയിം അളവിലാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്നുള്ള പേടിയുള്ളവരുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഒഴിവാക്കാം. നല്ല രീതിയിൽ തന്നെ ഒരു വാഹനം ഇടത് ചേർന്ന് ഒരു ആശങ്കയില്ലാതെ തന്നെ വാഹനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടി ഓടിച്ച് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നോക്കുക, മുന്നിലായിട്ട് ഒരു വാഹനം കിടപ്പുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഇടത് ഭാഗം ആ വാഹനത്തെ തട്ടാതെ നമുക്ക് എങ്ങനെ വാഹനം ഓടിക്കാം? ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഏറ്റവും ആദ്യം ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് റോഡിൽ ഓടിക്കുമ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ടും കാണിച്ചു തരാം. അതിന് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ഡാഷ് ബോർഡിന്റെ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വാഹനത്തിന്റെ സെന്റർ പോയിന്റിലായിട്ടൊരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സെന്റർ പോയിന്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ സെന്റർ പോയിന്റിൽ നിന്നും ഏകദേശം മുന്നിലുള്ള ഒബ്ജക്റ്റ്, അത് വാഹനമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കണം. അതായത് ഈ സെന്റർ പോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ഒരു ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് നേരെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ സെന്റർ പോയിന്റിൽ നിന്നും മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ബാക്ക് ഭാഗം ഏകദേശം ഒരു പകുതിയോളം ഈ റൈറ്റ് സൈഡിലേക്ക് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വാഹനം മുന്നോട്ടെടുത്താൽ ഇപ്പോൾ സംഭവിക്കുന്നത് കൃത്യമായിട്ടും മുന്നിൽ കിടക്കുന്ന ആ ഒരു വാഹനത്തിനെ നമ്മുടെ വാഹനം കൃത്യമായിട്ടും ഇടിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സെന്റർ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി വരുന്ന ഒരു ഭാഗം കണക്ക് കൂട്ടി നിങ്ങൾ വാഹനം ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ മുന്നോട്ടെടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാകും. ഇപ്പോൾ ഈ സെന്റർ പോയിന്റ് വെച്ച് ഞാൻ വാഹനം നേരെ മുന്നോട്ടെടുക്കുന്നു. മുന്നോട്ടെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം ഞാൻ ഈ സെന്റർ പോയിന്റിൽ നിന്നും കുറച്ച് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ടേൺ ചെയ്തതിന് ശേഷം വാഹനം മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ ഈ മുന്നിൽ കിടക്കുന്ന വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് മാറും. ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ടേൺ ചെയ്യുന്ന അവസരങ്ങളിൽ ആദ്യമായിട്ട് ഞാൻ നേരെ മുന്നോട്ട് വാഹനം ഒന്ന് എടുത്ത് കാണിക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുകയാണ്. ഈ സെന്റർ പോയിന്റ് ഞാൻ കണക്ക് കൂട്ടി ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത് ആ സെയിം അളവിലാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരെ മുന്നോട്ട് പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഇനി മുന്നോട്ട് കയറിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടും മുന്നിൽ കിടക്കുന്ന ആ വാഹനത്തെ നമ്മളുടെ വാഹനം കൃത്യമായിട്ടും ഇടിച്ചിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത്, ഈ സെന്റർ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം മാറിയിരിക്കണം. ഇനി എങ്ങനെ തട്ടാതെ മുന്നോട്ട് എടുക്കാം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. ഞാനിപ്പോൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് ഈ സെന്റർ പോയിന്റും കഴിഞ്ഞ് വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്ന രീതിയിലേക്ക് നമ്മളുടെ വണ്ടി മാറ്റാൻ പോവുകയാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സെന്റർ പോയിന്റും കഴിഞ്ഞ് വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നു. ഇനി ഞാൻ വണ്ടി നേരെ മുന്നോട്ടെടുത്താൽ ഒരു കാരണവശാലും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് തട്ടത്തില്ല. നിങ്ങൾ നോക്കുക. കണ്ടില്ലേ, വാഹനം ലെഫ്റ്റ് സൈഡ് തട്ടാതെ നിങ്ങൾക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തട്ടാതെ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ റോഡിൽ വണ്ടി ഓടിക്കാം. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഈ ലെഫ്റ്റ് സൈഡ് പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നമ്മളുടെ വണ്ടി ആ ഇടതുവശം ചേർന്ന് തന്നെയാണ് പോകുന്നത്. ആ പോയിന്റ് വെച്ചും നിങ്ങൾ മുന്നിൽ കാണുന്ന ആ ഒരു വഴിയുടെ ഈ ഒരു എൻഡ് ഭാഗവും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ വാഹനം കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഇനി മുന്നിലായിട്ടൊരു ലോറി കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക. ആ സെൻറ്റർ പോയിന്റും നോക്കുക.
ആ സെന്റർ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ലോറി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് തട്ടാതെ തന്നെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ മുന്നിലായിട്ട് മറ്റൊരു വാഹനം കിടക്കുന്നു. ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വാഹനമുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വാഹനത്തിന്റെ ഇടതുവശം തട്ടാതെ തന്നെയാണ് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഡാഷ്ബോർഡിന്റെ ഈ ഒരു സെന്റർ പോയിന്റും റോഡിന്റെ ആ ഒരു എൻഡും നോക്കുക. കൃത്യമായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ജഡ്ജ് ചെയ്യാം. റോഡിന്റെ വെളിയിൽ വണ്ടി പോകത്തില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വീണ്ടും മുന്നിലായിട്ട് കുറേയധികം വാഹനങ്ങളുണ്ട്, ആളുണ്ട്. നിങ്ങൾ ആ സെന്റർ പോയിന്റ് നോക്കുക. അത് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് കാണിക്കാം. കണ്ടില്ലേ? ഈ സെന്റർ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലാണ് മുന്നിൽ കാണുന്ന ആള്, വാഹനങ്ങൾ എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുവശം നമുക്ക് തട്ടാതെ തന്നെ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ്. നിങ്ങൾ ആ പോയിന്റ് കൃത്യമായിട്ടും നോക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു. വണ്ടി ടേൺ ചെയ്തപ്പോൾ ഇത് ഈ പോയിന്റ് കഴിഞ്ഞ് സെൻട്രലായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ആ റോഡിന്റെ ആ ഒരു എൻഡ് നിങ്ങൾക്ക് കാണുന്നത്. ഇപ്പോൾ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് റോഡിന്റെ വെളിയിലാണ്. കാരണം ഈ പോയിന്റും കഴിഞ്ഞ് കുറച്ച് റൈറ്റ് സൈഡിലാണ് ആ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം ആ പോയിന്റ് വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടുക. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് റോഡിലാണ്. ഓക്കെ, ഞാൻ വീണ്ടും വാഹനം മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡാഷ്ബോർഡിന്റെ സെന്റർ ഒന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ആ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ വണ്ടി ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറേയധികം ദൂരം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാകും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.